ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 10 ശീലങ്ങൾ മതി പണമുണ്ടാക്കാൻ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ശരിക്കും മാറ്റിമറിക്കാൻ സഹായിക്കുന്ന 10 ചെറിയ പണശീലങ്ങളെ കുറിച്ചാണ്. പലരും വിചാരിക്കുന്നത് വലിയ ശമ്പളമുള്ള ജോലി കിട്ടുകയോ വലിയ ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ ലോട്ടറി അടിക്കുകയോ ചെയ്താൽ മാത്രമേ പണമുണ്ടാക്കാൻ പറ്റൂ എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ ദിവസവും നമ്മൾ ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങളിലൂടെയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. 1. ഡെയിലി 1% ഇംപ്രൂവ്മെന്റ് അഥവാ ഓരോ ദിവസവും 1% മെച്ചപ്പെടുത്തുക. വലിയ സാമ്പത്തിക മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. കഠിനമായ നീക്കങ്ങൾക്ക് പകരം ഓരോ ദിവസവും 1% മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കുക. 1% കുറച്ച് ചിലവഴിക്കുക, 1% കൂടുതൽ സമ്പാദിക്കുക, 1% കൂടുതൽ വരുമാനമുണ്ടാക്കുക. ഈ ചെറിയ മെച്ചപ്പെടുത്തലുകൾ കാലക്രമേണ വലിയ ഫലങ്ങളിലേക്ക് നയിക്കുന്നു. ഇന്ന് നിങ്ങൾ ഒരു അനാവശ്യ ചിലവ് വെട്ടിക്കുറച്ച് ആ പണം നിക്ഷേപിച്ചാൽ ദീർഘകാലത്തേക്ക് അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നത് പോലെ. നിങ്ങൾ ഈ ശീലം ഇന്നു മുതൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. 2. 10 minutes ഓഫ് ഫൈനാൻഷ്യൽ റീഡിംഗ് അഥവാ പണത്തെക്കുറിച്ച് 10 മിനിറ്റ് വായിക്കുക. പണത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കും തോറും മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പണത്തെക്കുറിച്ച് പഠിക്കാൻ മണിക്കൂറുകൾ ചിലവഴിക്കേണ്ടതില്ല. ഓരോ ദിവസവും പണത്തെക്കുറിച്ച് 10 മിനിറ്റ് മാത്രം വായിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കും. ചില നല്ല പുസ്തകങ്ങൾ വായിക്കുക. യാത്ര ചെയ്യുമ്പോൾ സാമ്പത്തിക പോഡ്കാസ്റ്റുകൾ കേൾക്കുക. സാമ്പത്തിക ജ്ഞാനം ആർജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ സ്വാഭാവികമായും മികച്ച സാമ്പത്തിക തിരഞ്ഞെടുപ്പുകൾ നടത്താൻ തുടങ്ങും. അറിവാണ് ശക്തി എന്ന് പറയുന്നത് പോലെ. 3. 24-hour റൂൾ ബിഫോർ ബൈയിങ് അഥവാ വാങ്ങുന്നതിന് മുൻപ് 24 മണിക്കൂർ ആലോചിക്കുക. നാം എല്ലാവരും ഓൺലൈനിൽ എന്തെങ്കിലും കാണുകയും അത് തൽക്ഷണം വാങ്ങുകയും ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ. ഇത്തരത്തിൽ പ്രേരണാപരമായ ചിലവ് മിക്ക ആളുകളെയും തകർക്കുന്നു. സമ്പന്നർക്ക് അച്ചടക്കമുണ്ട്. അത്യാവശ്യമല്ലാത്ത എന്തെങ്കിലും വാങ്ങൽ നടത്തുന്നതിന് 24 മണിക്കൂർ കാത്തിരിക്കുക എന്നതാണ് ലളിതമായ തന്ത്രം. 24 മണിക്കൂറിന് ശേഷവും നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുവെങ്കിൽ മുന്നോട്ടു പോകുക. എന്നാൽ മിക്കപ്പോഴും പ്രേരണ മങ്ങുകയും പകരം നിങ്ങൾ ആ പണം ലാഭിക്കുകയും ചെയ്യും. ആലോചിച്ച് പ്രവർത്തിക്കുക എന്നതുപോലെ. 4. ട്രാക്ക് എവറി റുപ്പി അഥവാ ഓരോ രൂപയുടെയും കണക്ക് സൂക്ഷിക്കുക. മിക്ക ആളുകൾക്കും അവരുടെ പണം എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾ മറന്നുപോയ ചെറിയ ചിലവുകൾ പോലും വേഗത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നു. സമ്പന്നരായ ആളുകൾ അവരുടെ പണം രൂപയിലേക്ക് ട്രാക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ചിലവുകൾ ആഴ്ചതോറും അവലോകനം ചെയ്യുന്നത് ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ ചിലവ് ട്രാക്ക് ചെയ്യാൻ ആപ്പുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ചിലവ് രീതികളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുമ്പോൾ നിങ്ങൾ മികച്ച സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് പോലെ. 5. ഫൈൻഡ് വേസ് ടു ഏൺ മോർ അഥവാ കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടെത്തുക. സമ്പാദിക്കുന്നത് പ്രധാനമാണ്, പക്ഷേ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ഒരു മാറ്റമാണ്. സമ്പന്നരായ ആളുകൾ എപ്പോഴും സ്വയം ചോദിക്കാറുണ്ട്, എനിക്ക് എങ്ങനെ കൂടുതൽ സമ്പാദിക്കാം? നിങ്ങൾ ഉപയോഗിക്കാത്ത വസ്തുക്കൾ വിൽക്കുക, ഉയർന്ന വരുമാനമുള്ള ഒരു വൈദഗ്ധ്യം പഠിക്കുക അഥവാ അപ് സ്കിൽ ചെയ്യുക, ഒരു സൈഡ് ഹസൽ ആരംഭിക്കുക. നിങ്ങൾ കൂടുതൽ സമ്പാദിക്കും തോറും ലാഭിക്കാനും നിക്ഷേപിക്കാനും നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ശ്രമിച്ചാൽ എന്തും സാധ്യമാകും എന്നതുപോലെ. 6. അവോയ്ഡ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ അഥവാ ജീവിതശൈലി പണപ്പെരുപ്പം ഒഴിവാക്കുക. ആളുകൾ കൂടുതൽ സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ അവർ കൂടുതൽ ചിലവഴിക്കുന്നു. വലിയ കാർ വാങ്ങുക, കൂടുതൽ ഭക്ഷണം കഴിക്കുക, ഗാഡ്ജറ്റുകൾ നവീകരിക്കുക. അതുകൊണ്ടാണ് ഉയർന്ന വരുമാനക്കാർ പോലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നത്. സമ്പത്തിന്റെ രഹസ്യം എന്താണ്? നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ചിലവുകൾ കുറയ്ക്കുക. നിങ്ങൾക്ക് ഓരോ തവണയും വർധനവ് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതശൈലി നവീകരിക്കരുത്. പകരം നിങ്ങളുടെ നിക്ഷേപങ്ങൾ നവീകരിക്കുക. മിതത്വം പാലിക്കുക എന്ന് പറയുന്നത് പോലെ. 7. ഓട്ടോമേറ്റ് സേവിങ്സ് അഥവാ സമ്പാദ്യം ഓട്ടോമേറ്റ് ചെയ്യുക. സമ്പത്ത് എന്നത് നിങ്ങൾ എത്രമാത്രം സമ്പാദിക്കുന്നു എന്നതല്ല, മറിച്ച് നിങ്ങൾ എത്രമാത്രം സൂക്ഷിക്കുന്നു എന്നതാണ്. പണം ലാഭിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അത് യാന്ത്രികമാക്കുക അഥവാ ഓട്ടോമേറ്റ്സ് ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ശമ്പളം ക്രെഡിറ്റ് ചെയ്യപ്പെട്ടാലുടൻ നിങ്ങളുടെ സേവിങ്സ് അല്ലെങ്കിൽ നിക്ഷേപ അക്കൗണ്ടിലേക്ക് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സജ്ജമാക്കുക. അതൊരു ചെറിയ തുകയാണെങ്കിൽ പോലും പ്രധാന കാര്യം സ്ഥിരതയാണ്. സ്ഥിരത വിജയത്തിലേക്ക് നയിക്കും എന്നതുപോലെ. 8. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് സ്മാർട്ട് പീപ്പിൾ അഥവാ പണത്തെക്കുറിച്ച് നല്ല അറിവുള്ളവരുമായി കൂടുതൽ സമയം ചിലവഴിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരിയാണ് നിങ്ങൾ. അതായത് യു ആർ ദി ആവറേജ് ഓഫ് ദ 5 people യു സ്പെൻഡ് ദ മോസ്റ്റ് ടൈം വിത്ത് എന്നൊരു ചൊല്ലുണ്ട്.
നിങ്ങൾ എപ്പോഴും അശ്രദ്ധമായി ചെലവഴിക്കുന്ന, പണത്തെക്കുറിച്ച് പരാതിപ്പെടുന്ന, ശമ്പളത്തിൽ നിന്ന് ലോണിലേക്ക് പിന്നെ തിരിച്ചും ജീവിക്കുന്ന ആളുകളുടെ ചുറ്റുപാടിലാണെങ്കിൽ നിങ്ങളും അത് ചെയ്യാൻ സാധ്യതയുണ്ട്. സമ്പാദ്യം, നിക്ഷേപം, സമ്പത്ത് വളർത്തൽ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മറ്റുള്ളവരുമായി സ്വയം ചുറ്റപ്പെട്ടിരിക്കാൻ ശ്രമിക്കുക. ധനകാര്യ സ്രഷ്ടാക്കളെ പിന്തുടരുക, ഓൺലൈൻ ഫോറങ്ങളിൽ ചേരുക, അല്ലെങ്കിൽ പോസിറ്റീവ് പണ മനോഭാവമുള്ള ആളുകളുമായി ഇടപഴകുക. നല്ല കൂട്ടുകെട്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നത് പോലെ. 9. സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഏർലി അഥവാ നേരത്തെ നിക്ഷേപം തുടങ്ങുക. മിക്ക ആളുകൾക്കുമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ദുഃഖം നേരത്തെ നിക്ഷേപം തുടങ്ങാത്തതാണ്. നിക്ഷേപം തുടങ്ങാൻ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ആവശ്യമില്ല. ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ചെറിയ തുക പോലും കാലക്രമേണ ഗണ്യമായി വളരും. ചെറിയ തുകയിൽ പോലും നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിയുന്ന നിരവധി ഓപ്ഷനുകളുണ്ട്. നേരത്തെ തുടങ്ങുന്നത് നല്ലതാണ് എന്നതുപോലെ. 10. ഫോക്കസ് ഓൺ ലോങ് ടേം വെൽത്ത് അഥവാ ദീർഘകാല സമ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സമ്പന്നരായ ആളുകൾ പെട്ടെന്ന് സമ്പന്നരാകാനുള്ള പദ്ധതികളെ പിന്തുടരുന്നില്ല. പകരം അവർ ഉറച്ച സാമ്പത്തിക ശീലങ്ങൾ വളർത്തിയെടുക്കുന്നു, സ്ഥിരമായി നിക്ഷേപിക്കുന്നു, സമയം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. അതായത് കൺസിസ്റ്റൻസി നിലനിർത്തി തുക കമ്പൗണ്ട് ചെയ്യാൻ അനുവദിക്കുന്നു. സമ്പത്ത് ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ കെട്ടിപ്പടുക്കുന്നതല്ല, അത് പതിറ്റാണ്ടുകളിലൂടെ കെട്ടിപ്പടുക്കുന്നതാണ്. ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറയുന്നത് പോലെ. ഈ ചെറിയ സാമ്പത്തിക ശീലങ്ങൾ ലളിതമായി തോന്നുമെങ്കിലും അവ ശക്തമാണ്. സമ്പത്ത് ഒറ്റ രാത്രി കൊണ്ട് കെട്ടിപ്പടുക്കുന്നതല്ല, കാലക്രമേണ കൂടിച്ചേരുന്ന ദൈനംദിന തിരഞ്ഞെടുപ്പുകളിലൂടെയാണ് ഇത് കെട്ടിപ്പടുക്കുന്നത്. കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും എന്റെ ചാനൽ വളരാൻ സഹായിക്കും. യൂട്യൂബിന്റെ അൽഗോരിതം വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും സഹായിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി ചോദിക്കാവുന്നതാണ്. കൂടുതൽ നല്ല വീഡിയോകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ 10 സാമ്പത്തിക ശീലങ്ങളിലൂടെ നിങ്ങളുടെ ഭാവിയിലെ സമ്പന്നനായ വ്യക്തി നിങ്ങൾക്ക് നന്ദി പറയും.